നാലാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഫാദർ ഡിയർ ഫാദർ. ഇതിൻ്റെ സമ്മറി നോക്കാം. ദിസ് ഈസ് ആൻ ഇമാജിനറി ലെറ്റർ റിട്ടൺ ബൈ എ സ്റ്റുഡൻറ്റ് നെയിം രാഹുൽ ടു ഹിസ് ഫാദർ. ഇറ്റ്സ് വാസ് എ പബ്ലിഷ്ഡ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ആസ് എൻ ആർട്ടിക്കിൾ. ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സാങ്കല്പിക ഒരു കത്ത് എന്ത് ചെയ്യാണ് രാഹുൽ എന്നൊരു കുട്ടി തൻ്റെ പിതാവിന് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ചില കാര്യങ്ങളെ ആണ് ഇന്ന് ഫാദർ ഡിയർ ഫാദർ എന്ന അച്ഛൻ അല്ലെ പ്രിയപ്പെട്ട അച്ഛൻ എന്ന ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. It was published in the Hindu newspaper as an article. It hurts Rahul that he came the second class in his informed about it to his father who told him to think him before the answering. ഇതിൽ പറയുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രം രാഹുൽ എന്നൊരു കുട്ടിയാണ്. രാഹുൽ എന്ന കുട്ടി തൻ്റെ അച്ഛനെ സാങ്കല്പികമായിട്ട് ഒരു കത്ത് എഴുതുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കത്ത് എഴുതുന്നതെന്ന് വെച്ചാൽ താൻ എക്സാമിൽ പരീക്ഷയിലെ 2ാം സ്ഥാനത്തേക്ക് വന്നതിൻ്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് അച്ഛനെ ഒരു ഇമാജിനറി ഒരു സാങ്കല്പിക കത്ത് എഴുതുകയാണ് രാഹുൽ എന്ന വിദ്യാർത്ഥി. ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ലെറ്റർ ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിളായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് ദ ഡിഫറൻസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഇൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഫാദർ ഹിസ് എ ഗ്രാൻഡ് ഫാദർ ഹാഡ് എ കെയർ ഫ്രീ ആൻഡ് ദ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. ഈ കത്തിലുടനീളം അല്ലെങ്കിൽ ഈ ഒരു ലെറ്ററിലെ സാങ്കല്പികമായ ഈ ഒരു കത്തിലുടനീളം പറയുന്നത് പലരുടെയും താരതമ്യ പഠനവും മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആറ്റിറ്റ്യൂഡ്. പലരുടെയും ആറ്റിറ്റ്യൂഡും എന്തുകൊണ്ടാണ് രാഹുൽ എന്ന വിദ്യാർത്ഥി പരീക്ഷയിലെ 2ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ റീസൺസ് അവൻ കണ്ടെത്തുന്ന ചില റീസൺസ് ആണ് ഈ ഒരു ചാപ്റ്ററിലുടനീളം പറയുന്നത്. ആ റീസൺസ് എന്താണെന്ന് നോക്കാം. His grandfather had a carefree and the beautiful childhood days. The were spent the plucking mangoes and the guavas from their orchards. രാഹുൽ ഈ കത്തിൽ അച്ഛനോട് പറയാണ് തൻ്റെ മുത്തച്ഛന് തൻ്റെ ഗ്രാൻഡ് ഫാദറിന് വളരെ മനോഹരമായൊരു കുട്ടിക്കാലമായിരുന്നു ഉണ്ടായത്. നദീതീരത്ത് കളിക്കുകയും അതുപോലെ മാംഗോ അതല്ലെങ്കിൽ പേരക്ക പറിച്ചെടുക്കുകയും അത് കഴിക്കുകയും ചെയ്ത് കുട്ടിക്കാലം വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചൊരു കുട്ടിക്കാലമായിരുന്നു. എന്നാൽ തൻ്റെ കുട്ടിക്കാലം അതിൽ നിന്നും ഇൻ്റർലി ഡിഫറെൻ്റ് ആണ് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുകയാണ്. അടുത്തത് പറയുന്നത് There seems to be an ancillary subject and the living and the experience are major subject. His father on other hand is highly educated and provides very well for the family. എന്നാൽ മുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിദ്യാഭ്യാസമേ ഉള്ളൂ. എന്നാൽ തൻ്റെ അച്ഛൻ രാഹുലിൻ്റെ ഫാദർ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഒരു വ്യക്തിയാണ്. എന്നാലും അദ്ദേഹത്തിന് ഇതിൽ പറയുന്ന വാക്യം നോക്കിയത് ഹി എഡ്യൂക്കേറ്റഡ് ആൻഡ് ദ പ്രൊവൈഡ്സ് വെരി വെൽ ഫോർ ദ ഫാമിലി. Then the letter then shows the difference between the attitude of his grandmother and the mother. ഇവിടെ പറഞ്ഞത് അച്ഛനും മുത്തച്ഛനും അതല്ലെങ്കിൽ രാഹുൽ ഇവരുടെ മൂന്ന് ജനറേഷൻ്റെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ് രാഹുൽ എന്ന വിദ്യാർത്ഥി ഇവിടെ നടത്തിയത്. കാരണം ഇതൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ അവൻ സമർത്ഥിക്കുകയാണ് താൻ എന്തുകൊണ്ടാണ് പരീക്ഷയിൽ 2ാം സ്ഥാനത്തെത്തിയത് എന്നതിനുള്ള റീസൺസ് കണ്ടെത്തുകയാണ്. അതിന് ബിഹൈൻഡ് ആയിട്ടുള്ള റീസൺസ് കണ്ടെത്തുകയാണ്. ദെൻ അതിൽ പറയുന്നത് അവൻ പറയുന്നത് തൻ്റെ അമ്മയെയും മുത്തശ്ശിയെയും കുറിച്ചിട്ടാണ്. The letter then shows the difference between the attitude of his mother and grandmother. Then his grandmother is the semi-literate, but she is at peace with her pots, pans, her flowers at the garden. Her Bhagavad Gita and the scriptures, where is the mother's highly qualified but is highly strength. അടുത്തൊരു താരതമ്യം എന്താണ്? മുത്തശ്ശനെയും അച്ഛനെയും കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു താരതമ്യം ഒരു കമ്പാരിസൺ രാഹുൽ തൻ്റെ അമ്മയെയും മുത്തശ്ശിയെയും കുറിച്ച് പറയുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. The letter that shows the difference between the attitude of അവരുടെ രണ്ടാളും ആറ്റിറ്റ്യൂഡ് മനോഭാവത്തെക്കുറിച്ച് പറയുന്നു. Then his grandmother is a semi-literature. വലിയ വിദ്യാഭ്യാസമില്ല എന്നാൽ അല്പം മാത്രം വിദ്യാഭ്യസിച്ചിട്ടുള്ളതാണ് ഈ രാഹുലിൻ്റെ മുത്തശ്ശി എന്ന് പറയുന്നത്. ബട്ട് വളരെ പീസ് മൈൻഡായിട്ട് ചെടികൾ ഉണ്ടാക്കുകയും മറ്റ് വിനോദങ്ങളിൽ ചെടികൾ വളർത്തുക അതുപോലെ തന്നെ മറ്റ് പരിപാലനങ്ങൾക്ക് ഏർപ്പെട്ട് ജീവിക്കുന്ന സെമി ലിറ്ററേച്ചർ ആയിട്ടുള്ള അതല്ലെങ്കിൽ കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ള മുത്തശ്ശി വളരെ സമാധാനത്തോടു കൂടി വളരെ പീസ്ഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ തൻ്റെ അമ്മ പറയുന്നത് ഫ്ലവേഴ്സ് ആൻഡ് ദ ഗാർഡൻ. ദെൻ രാഹുലിൻ്റെ മദറിനെ സംബന്ധിച്ചിടത്തോളം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ മുത്തശ്ശി നയിക്കുന്നത് പോലെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപരമായ ഒരു ലൈഫ് തൻ്റെ അമ്മക്ക് നയിക്കാൻ പറ്റുന്നില്ല എന്ന് രാഹുൽ ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ സ്ക്രിപ്റ്റേഴ്സ് എന്ന് വെച്ച വേർഡിൻ്റെ മീനിങ് വേദങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ the pans and the garden, Bhagavad Gita and the scriptures where his mother's highly qualifies, highly strength. അതായത് മുത്തശ്ശിയാണ്, പ്രായമുള്ളവരാണ്, ഭഗവത്ഗീതയും അതുപോലെ തന്നെ തുടങ്ങിയ വേദഗ്രന്ഥങ്ങൾ
സ്ക്രിപ്റ്റേഴ്സ് മീൻസ് വേദഗ്രന്ഥങ്ങളാണ്. തുടങ്ങിയ വേദഗ്രന്ഥങ്ങൾ അതല്ലെങ്കിൽ അത് പാരായണം ചെയ്യും. ഈ ചെടി വളർത്തുകയും ചെയ്ത് മുത്തശ്ശിയുടെ ജീവിതം വളരെ പീസ്ഫുള്ളായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ തൻ്റെ അമ്മ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അമ്മയുടെ ജീവിതത്തിൽ ഒരു പീസ് അല്ലെങ്കിൽ ഒരു സമാധാനം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് രാഹുൽ കത്തിലെടുത്ത് പറയുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നുണ്ട്, രാഹുൽ ഈസ് എ സ്റ്റുഡൻറ്റ് ഹു ഈസ് എ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ലേണിംഗ് ഇൻ ദ ലെസൺസ് ഓഫ് ദ ലൈഫ് ദാൻ ബി ഡസ് ഫോർ എക്സാമിനേഷൻ. രാഹുൽ പറയാണ്, ദ സ്റ്റുഡൻറ്റ് ഹു ഈസ് എ മോർ ഇൻട്രസ്റ്റഡ് വെച്ചാൽ താല്പര്യം എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ താല്പര്യം ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നതിലാണ്. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള രണ്ട് മനോഭാവങ്ങളാണ് ഇവിടെ പറയുന്നത്. ദെൻ ഹി സേസ് ദാറ്റ് ദ വേർഡ് ദ ടീച്ചർ സേസ് റൈറ്റ് വെൽ ഈസ് നോട്ട് ദ കേസ്. ദ റൈറ്റർ ഇസ് എ വെരി മച്ച് ആംഗ്രി ആൻഡ് ദ ക്രിട്ടിക്കൽ ഓഫ് ദ ടീച്ചേഴ്സ് ബിഹേവിയർ. ഇവിടെ ആരാണോ റൈറ്റർ? രാഹുലാണ്. ആ രാഹുൽ ഈ അധ്യാപകരുടെ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയറിൽ വളരെ അസംതൃപ്തി രേഖപ്പെടുത്തുകയാണ്. ദ റൈറ്റർ ദ സാക്രിഫിലി സേസ് ദാറ്റ് ദ ടീച്ചർ സേസ് ദാറ്റ് ബുഷ് ഇൻ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഹാസ് ദ ഗോട്ട് ടു ബി സോ. ദ റൈറ്റർ റോട്ട് ഇസ് ആൻ ആൻസർ. ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പറയുന്നത് ബുഷാണ് ഇന്ത്യയിലെ പ്രസിഡൻ്റ് എന്നും അതുപോലെ തുടങ്ങി വളരെ ബ്ലെൻഡറായിട്ടുള്ള മണ്ടത്തരങ്ങളാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെന്നും എക്സാമിൽ ജയിക്കണോ അതല്ലെങ്കിൽ പാസ്സാവണോ തോൽക്കണോ ഫെയിലാവണോ ഉള്ള കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്നത് അധ്യാപകരാണെന്നും ഒരു വിദ്യാർത്ഥി ശരിയായ ഉത്തരം എഴുതിയാൽ അധ്യാപകരാണ് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് രാഹുൽ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദെൻ ഒരു തവണ രാഹുൽ അവൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു, തൻ്റെ ഗാർഡനിലെ കീടങ്ങൾ വരുന്നുണ്ട് റോസാ ചെടിയിൽ, അതിനെങ്ങനെ ക്രമീകരണം അല്ലെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കണം, പ്രിവെൻറ്റ് ചെയ്യണം ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് പോയി വേറൊരാളോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബയോളജി ടീച്ചറോട് ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് ഇത്ര നിരാശപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നത്. തുടങ്ങി ഒരു അധ്യാപകനെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ ഈ ഒരു കത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? രാഹുൽ വളരെ കളിയാക്കിയിട്ട് പരാമർശിക്കുന്നുണ്ട്. അടുത്തതിൽ പറയുന്നത് പരീക്ഷാ പേപ്പർ നോക്കുന്നതും അല്ലെ പരീക്ഷ എഴുതിയതിനൊക്കെ വ്യത്യസ്തമായിട്ട് ടീച്ചേഴ്സാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരാണ് മാർക്ക് ഇടണം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്നത് അധ്യാപകരാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റ് ബുഷാണെന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ സൂര്യനെ ഉദിക്കുന്നത് പടിഞ്ഞാറ് നിന്നാണ് അസ്തമിക്കുന്നത് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ബ്ലെൻഡറായിട്ടുള്ള കാര്യങ്ങളാണ് അധ്യാപകർ പഠിപ്പിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടതെന്നും അല്ലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പഠിക്കേണ്ടതും മറിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഈ കത്തിലൂടെ അവൻ്റെ അച്ഛനെ അറിയിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ 2ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നതിൻ്റെ റീസൺസാണ്. മുത്തച്ഛൻ്റെയും കാര്യം പറഞ്ഞു, അമ്മയുടെയും മുത്തശ്ശിയുടെയും കാര്യം പറഞ്ഞു, പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യവും പറഞ്ഞു. ഈ 3 ആറ്റിറ്റ്യൂഡ് താരതമ്യം ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് രാഹുൽ എന്ന വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നതിനുള്ള കാരണങ്ങളാണ് രാഹുൽ ഈ ഒരു ചാപ്റ്ററിലുടനീളം പറയുന്നത്. അതുപോലെ തന്നെ ഫൈനലി രാഹുൽ ഈ കത്ത് കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്: തൻ്റെ മാർക്ക് കുറഞ്ഞു പോകാനും തൻ്റെ റാങ്ക് നഷ്ടപ്പെടാൻ കാരണമായ വ്യവസ്ഥിതികളെയും തൻ്റെ ചുറ്റുപാടുകളെയും കുറിച്ചാണ് രാഹുൽ ഈ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നത് ഈ ഒരു കത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ സമ്മറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് രാഹുൽ എന്നൊരു വിദ്യാർത്ഥി തൻ്റെ പിതാവിന് എഴുതുന്ന ഒരു സാങ്കല്പിക കത്താണിത്. ഇതിലുടനീളം പറയുന്നത് താൻ എന്തുകൊണ്ട് പരീക്ഷയിൽ 2ാം സ്ഥാനത്തെത്തി അതിനുള്ള കാരണങ്ങൾ അവൻ നിരത്തുകയാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് മുത്തശ്ശൻ്റെ ബാല്യകാലവും അച്ഛൻ്റെ ബാല്യകാലവും എൻ്റെ ബാല്യവും തമ്മിൽ ഒരുപാട് വ്യത്യസ്തമുണ്ടായിരുന്നു, പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയിലും നയങ്ങളിലും വ്യത്യസ്തമുണ്ട് എന്ന് തുടങ്ങി ടീച്ചേഴ്സിനെ കുറിച്ചും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ എന്ത് ചെയ്യുന്നത് താൻ 2ാമതായത് എന്ന് ആ ഒരു കാരണത്തെ അവനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലുടനീളം ശ്രമിക്കുന്നത്. അതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം. അതിനിടയ്ക്ക് ആൻസിലറി എന്ന വേർഡിൻ്റെ മീനിങ് അനുബന്ധമായ എന്നാണ്. സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞു വേദങ്ങൾ എന്നാണ് മീനിങ് വരുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞത് പെസ്റ്റിസൈഡ് കീടനാശിനി ആണ്. ആ ഒരു വേർഡേ ഉള്ളൂ തോന്നുന്നു ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താ, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുന്ന സമയത്ത് ഒരു പാസേജ് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മുമ്പ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ്. ഒരു പാസേജ് വന്നിട്ട് എന്ത് ചെയ്യും, ആ പാസേജിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരും. ആ പാസേജ് ഒന്ന് വായിക്കുക. പപ്പ, മൈ ഗ്രാൻഡ് ഫാദർ സ്പീക്സ് ഓഫ് ദ കെയർ ഫ്രീ ആൻഡ് ദ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്
One day they spent in the plucking mangoes and the guavas from their orchards of the pins on the bank of the river, where the man cooked mouth-watering food of the playing marbles and the Gilidina from his talk. It seems studies were the ancillary subject and the living and experience the major subject. Fathers is a be fibbing, or it's possible that word has the turn topsy tray in the just labor 70 years. Papa, my grandfather is a semi-literature, yet he is the peace with her pots, pans, her flowers and garden, her Bhagavad Gita and the scriptures. My mother highly qualified in highly strength, tense and nervous. Do you think the literacy makes the realistic upward and the frustrated എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫ് എടുത്ത് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് ദ റൈറ്റർ തിങ്ക് ഇസ് റോങ് വിത്ത് ഹിസ് എഡ്യൂക്കേഷൻ? ഇതിൽ ചോദ്യം ഇതാണ്, വാട്ട് ഡസ് ദ റൈറ്റർ, വാട്ട് ഡസ് ദ എന്താണ്, വാട്ട് എന്താണ് നോക്കുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, വെൻ, വെയർ. വാട്ട് എന്ന് വെച്ചാൽ എന്ത്, വെൻ, വെയർ എവിടെ, എപ്പോൾ, ഹൗ എങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെ കുറച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ചോദിച്ചതാണ് വാട്ട് ഡസ് ദ റൈറ്റർ തിങ്ക് ഇസ് റോങ് വിത്ത് ഹിസ് എഡ്യൂക്കേഷൻ? എന്താണ് റൈറ്റർ ചിന്തിക്കുന്നത് ഇറ്റ്സ് റോങ് വിത്ത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലെ തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസത്തിലെ തെറ്റെന്ന് ഇതിലെ കഥാകൃത്ത് അല്ലെങ്കിൽ റൈറ്റർ മനസ്സിലാക്കിയതെന്ന്. ഇതിൽ ആരാണ് കഥാകൃത്ത് അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ റൈറ്റർ, ആരാണ് ഈ ഒരു ലെറ്റർ എഴുതിയത്? രാഹുലാണ്. അപ്പോൾ രാഹുൽ എന്താണ് ചിന്തിക്കുന്നത്? അതിന് ആൻസർ എങ്ങനെ വരിക? ഇതിൽ നമ്മൾ പറഞ്ഞ് രാഹുൽ വിദ്യാഭ്യാസത്തെ ഈ ഒരു വ്യവസ്ഥയെ ആകെ കുറ്റപ്പെടുത്താണ്. കാരണം എക്സാമിന് അല്ലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടതെന്നും ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ പറയുന്നുണ്ട്. ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് രാഹുൽ സംസാരിക്കുക. എന്തുകൊണ്ടാണ് രാഹുൽ അങ്ങനെ പറയുന്നതെന്ന്? അതിന് ആൻസർ എന്താ? The writer feels it's not a practical. He would like to be able to use in his daily life. രാഹുൽ പറയാണ് ഇന്നത്തെ വിദ്യാഭ്യാസം ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ അല്ല, പ്രായോഗിക വിദ്യാഭ്യാസമല്ല, മറിച്ച് എക്സാമിന് വേണ്ടി അല്ല പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. മറിച്ച് ഡെയിലി ലൈഫിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിന് പ്രാപ്തമായ ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടതെന്നാണ് രാഹുലിൻ്റെ അഭിപ്രായം. Then അടുത്ത ക്വസ്റ്റ്യൻ, who was the writer is the letter? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. who ആര്, has a writer the letter ആരാണ് ഇതിലെ റൈറ്റർ? ആരാണ് ഇതിലെ റൈറ്റർ? നമ്മളൊരു ചാപ്റ്റർ നോക്കി ആരാണ് ഇതിലെ റൈറ്റർ എന്ന് പറയുന്നത് രാഹുലാണ് ഈ ഒരു കത്ത് എഴുതിയത്. അപ്പോൾ അതിന് ആൻസർ എങ്ങനെ വരിക? ഒറ്റ വേർഡിൽ രാഹുലിനെ എഴുതാൻ പാടില്ല. ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ എ സ്റ്റുഡൻറ്റ് നെയിം ഇസ് രാഹുൽ, അല്ലെ ലെറ്റർ റിട്ടൺ ബൈ സ്റ്റുഡൻറ്റ് രാഹുൽ എന്നും അതിൻ്റെ ആൻസർ. ദെൻ who is written to? who is written to ആർക്കാണ് കത്തെഴുതിയത്? ആർക്കാണ് കത്തെഴുതിയത്? ടു ഹിസ് ഫാദർ, അല്ലെങ്കിൽ രാഹുൽ ഫാദർ, അല്ലെങ്കിൽ രാഹുലിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് കത്തെഴുതി. ദെൻ വൈ ഹാസ് ഇറ്റ് ബീൻ റൈറ്റൺ? എന്തുകൊണ്ടാണ് കത്തെഴുതിയത്? എന്തുകൊണ്ടാണ് രാഹുൽ ഇത്തരത്തിലൊരു ഒരു സാങ്കല്പികമായിട്ട് ഒരു കത്തെഴുതിയത്? അതിൻ്റെ ആൻസർ എന്താ? ഇൻ ദ റിപ്ലൈ ടു ഹിസ് ഫാദേഴ്സ് ലെറ്റർ ബിക്കോസ് ഹിസ് ലോസ്റ്റ് ഇസ് ദ ഫസ്റ്റ് റാങ്ക്, ഹിസ് ലോസ്റ്റ് ഹിസ് ഫസ്റ്റ് റാങ്ക്. അതുകൊണ്ടാണ് തൻ്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് രാഹുൽ എന്ത് ചെയ്ത് ഇത്തരത്തിലൊരു കത്ത് എഴുതാനുണ്ടായ സാഹചര്യം. ദെൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാരഗ്രാഫാണ്. പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നൗ വി ലേൺ ദം ആസ് എ പാർട്ട് ഓഫ് ജനറൽ നോളജ്. നമ്മൾ ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്ടൻ്റെ ലോയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ പഠിച്ചിട്ട് എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗുരുത്വാകർഷണ നിയമവും ന്യൂട്ടൺ ലോ പഠിച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്തിനു വേണ്ടിയിട്ട് അത് പഠിക്കുന്നത്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് നോളജ്. അതൊരു വിവരശേഖരണത്തിനുള്ള, അതല്ലെങ്കിൽ വിവരം ശേഖരിക്കാനോ അല്ല നമുക്ക് അറിവ് നേടാനുള്ള ഒന്നിൻ്റെ ഉപാധി ആയിട്ട് മാത്രമാണ്. അതല്ല അതിനെക്കൊണ്ട് നിത്യജീവിതത്തിൽ യാതൊരുവിധ ഉപകാരങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹി ലോസ് ദ മാർക്ക്? വൈ എന്തുകൊണ്ട് ഡിഡ് ഹി ലോസ് ദ മാർക്ക്? എന്തുകൊണ്ടാണ് രാഹുലിന് മാർക്ക് ലോസ് എന്ന് വെച്ചാൽ നഷ്ടപ്പെടാനുള്ള കാരണം? അതിൻ്റെ ആൻസർ എന്താ? ഹി സെയ്ഡ് ഹി വാസ് ഇൻവേർട്ടഡ് ടു ടി, ഹിസ് ടീച്ചർ സെയ്ഡ് ഇറ്റ് ഷുഡ് ബി ഫ്രം ടി. അതായത്
അധ്യാപകൻ്റെ മനോഭാവത്തിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യം ശരി എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സാണ്. ഇപ്പോൾ ശരിയായ ഉത്തരം എഴുതിയാലും അത് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് അധ്യാപകരാണ്. അതുകൊണ്ടൊക്കെയാണ് എന്ത് രാഹുലിൻ്റെ മാർക്ക് കുറയാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ദെൻ ഹൂ വാസ് ദ റൈറ്റ്, ദ ടീച്ചർ ഓർ സ്റ്റുഡൻറ്റ്? ഈ ഒരു ചാപ്റ്ററിൽ ഹൂ വാസ് ദ റൈറ്റ്, ആരാണ് ശരി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? രാഹുലാണോ അതല്ലെങ്കിൽ ടീച്ചറാണോ? നമുക്കൊരു ചൂസ് ഉണ്ട്. ടീച്ചറാണെങ്കിൽ ടീച്ചറാണെന്ന് അറിയാം, വൈ, എന്തുകൊണ്ട്, അവർ എക്സ്പ്ലനേഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ടീച്ചറാണെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ. പറയുന്നത് ഹിയർ ദ സ്റ്റുഡൻറ്റ് ഇൻ റൈറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നൗ ഇസ് ഓൺലി പോസിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് പ്രാക്ടിക്കൽ, അതല്ലെങ്കിൽ പ്രായോഗിക വിദ്യാഭ്യാസ സിസ്റ്റമാണ് വേണ്ടത്. ഡെയിലി ലൈഫ്, നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള എന്താവണം വിദ്യാഭ്യാസ സമ്പ്രദായം വേണം. അതുകൊണ്ടാണ് രാഹുൽ ഇസ് റൈറ്റ് എന്ന് പറയുന്നത്. Then the teacher decides the correct answer is right, then we cannot fully say whether it's the right or wrong. Should he try to get more mark or should he make sure his knowledge is accurate? What do you think? Another question, should he try to get more marks or should he make sure his knowledge is accurate? ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. ഷുഡ് ഹി ട്രൈ ടു ഗെറ്റ് മോർ മാർക്ക് ഓർ, അതല്ലെങ്കിൽ രാഹുൽ എന്ന വിദ്യാർത്ഥി ഷുഡ് ഹി ട്രൈ ഗെറ്റ് മോർ മാർക്ക്, ഒരുപാട് മാർക്ക് കിട്ടാൻ വേണ്ടി ശ്രമിച്ചോ, അതല്ലെങ്കിൽ ഷുഡ് ഹി മേക്ക് ഷുവർ ഹിസ് നോളജ് ഇസ് ആക്യുറേറ്റ്, തൻ്റെ വിവരത്തെ അല്ലെങ്കിൽ തൻ്റെ നോളജിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചോ. വാട്ട് യു തിങ്ക്? നമ്മളോട് ചോദ്യം, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഹിസ് നോളജ് ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്. കാരണം രാഹുൽ എന്താ ചെയ്തത്? എക്സാമിൽ മാർക്ക് നേടാം എന്നതിലപ്പുറം താൻ പഠിക്കുന്ന വിദ്യകൾ ഓരോന്നും തൻ്റെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ശ്രമിച്ചത്. ദെൻ വിൽ ദ ബോയ്സ് ഫാദേഴ്സ് എവർ ഗെറ്റ് ദിസ് ലെറ്റർ? വിൽ എന്ന് വെച്ചാൽ എന്താണ്? വിൽ എന്ന് വെച്ചാൽ അത് ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. എവിടെ കണ്ടാലും വിൽ കണ്ടാൽ എന്താണ്? അത് ഫ്യൂച്ചർ ടെൻസിനെ പ്രതിനിധീകരിക്കുന്നതാണ്. വാസ് കണ്ടാൽ കഴിഞ്ഞു പോയി, ആയിരുന്നു എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? വിൽ ദ ബോയ്സ് ഫാദേഴ്സ് എവർ ഗെറ്റ് ദിസ് ലെറ്റർ? ഗെറ്റ് എന്താ? കിട്ടുമോ എന്നൊക്കെയാണ്. ദിസ് ലെറ്റർ, ഈ ഒരു ഇമാജിനൽ രാഹുൽ തൻ്റെ അച്ഛൻ എഴുതിയൊരു കത്ത് എപ്പോഴെങ്കിലും രാഹുലിന് കിട്ടുമോ എന്നാണ്, രാഹുലിൻ്റെ അച്ഛന് കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് വിൽ, ഫ്യൂച്ചർ കിട്ടുമോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വിൽ എന്നൊരു ഫ്രേസ് യൂസ് ചെയ്യാനുള്ള റീസൺ. കിട്ടുമോ? നോ. അതിൻ്റെ ആൻസർ നോ ആണ്. കാരണം എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇറ്റ്സ് എ ഇമാജിനറി ലെറ്ററാണ്, ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കത്താണ്. ഇറ്റ്സ് എ നോട്ട് റിയൽ. ദെൻ അടുത്തത് 30 to 30 to 40 വേർഡ്സിൽ ഉത്തരം എഴുതേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡസ് ദ റൈറ്റർ വാണ്ട് ടു ഗെറ്റ് ദ റാജർ ദാൻ ദാറ്റ് ഈസ് ടുഡേ? ഈ സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തേക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ഏതാണ്? ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് ആവശ്യമുള്ളത്? അതിൻ്റെ ആൻസർ നോക്കാം. റൈറ്റർ തിങ്ക് ദാറ്റ് ദ എഡ്യൂക്കേഷൻ ഷുഡ് മോർ പ്രാക്ടിക്കൽ ദാൻ ദ ബുക്കിഷ് സിസ്റ്റം. എന്താണ്? ഒരു ബുക്കിഷ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യണം? കുറച്ചുകൂടി പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിക്കണം. മഹാത്മാഗാന്ധി ടോൾസ്റ്റായ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങിയിരുന്നു. എല്ലാ പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം, അതായത് വിദ്യാഭ്യാസത്തിനപ്പുറം മറ്റു കാര്യങ്ങളും, ഇപ്പോൾ കാർപ്പൻ്റർ താല്പര്യമുള്ളവർക്ക് അത് എന്ന് തുടങ്ങി മറ്റ് വിദ്യാഭ്യാസ പ്രക്രിയകൾ പഠിക്കുന്ന സമയത്ത് ഒരു ജോലിയും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം. ഇന്നും VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒക്കെ പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതായത് പ്രാക്ടിക്കൽ വിദ്യാഭ്യാസമാണ് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമുള്ളത്. അതല്ലാതെ ബുക്കിലുള്ളത്, പുസ്തകത്തിലുള്ളത് ഒരു പുസ്തക പുയുവിനെ പോലെ പഠിച്ചിട്ട് യാതൊരുവിധ കാരണവുമില്ല, അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല എന്നാണ് രാഹുൽ പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയുള്ളൂ? റൈറ്റർ തിങ്ക് ദ എഡ്യൂക്കേഷൻ ഷുഡ് ബി ദ മോർ ദ പ്രാക്ടിക്കൽ ദാൻ ദ ബുക്കിഷ് സിസ്റ്റം. റൈറ്റർ തിങ്ക് ദാറ്റ് ദ റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി അബൌട്ട് ദ പ്രാക്ടിക്കൽ തിങ് ഓഫ് ലൈഫ്. എന്താ? നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉണ്ടാവണം. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് അബൌട്ട് ദ ലോസ് ഓഫ് ദ തിയറംസ്. എന്താണ്? തിയറികളെ കുറിച്ചിട്ടുള്ള ഒരുപാട് തിയറംസ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിനുപരിയായിട്ട് എ സ്റ്റുഡൻറ്റ് ഷുഡ് നോ ഹൗ ടു ഫിക്സ് ദ ഫ്യൂസസ് ഓർ ദ മേക്ക് തിങ് ഫ്രം ദ വുഡ് ആൻഡ് ദെയർ ലോസ്.
The writer also wants to get the type of education that the grandparents got. അതായത് പണ്ട് കാലങ്ങളിലുള്ള ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ പറയും. ഈ രാഹുലിൻ്റെ മുത്തച്ഛനൊക്കെ കിട്ടിയതുപോലെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം വേണമെന്നാണ് രാഹുൽ രാഹുൽ ആഗ്രഹിക്കുന്ന അത്തരത്തിലൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തെക്കുറിച്ചാണ്. ദെൻ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡിഡ് ദ റൈറ്റേഴ്സ് ഗ്രാൻഡ് ഫാദർ ലീഡ് വെൻ ഹി വാസ് എ സ്മോൾ ബോയ്. എന്താണ് വാട്ട് കൈൻഡ് ഓഫ് ഏത് തരത്തിലുള്ള ലൈഫാണ്, ജീവിതമാണ് ഡിഡ് ദ റൈറ്റർ ഗ്രാൻഡ് ഫാദർ, എന്താണ് ഗ്രാൻഡ് ഫാദറിൻ്റെ മുത്തശ്ശൻ കുട്ടിയായിരുന്ന സമയത്ത്, ദ ലീഡ് വെൻ ഹി വാസ് എ സ്മോൾ ബോയ്, നയിച്ചിരുന്ന, ലീഡ് നയിക്കുക, വെൻ ഹി വാസ് എ സ്മോൾ ബോയ് എന്നാണ്. ഇവിടെ എന്തുണ്ട്, വാസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, കഴിഞ്ഞു പോയ കാലമാണ്, ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ട്, കുട്ടിക്കാലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് വാസ് ദ കൺസിഡേർഡ് ദ ഇമ്പോർട്ടൻറ്റ് ദോസ് ഡേയ്സ്. മലയാളം എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ജീവിതമായിരുന്നു മുത്തശ്ശൻ, അതായത് രാഹുലിൻ്റെ മുത്തശ്ശൻ തൻ്റെ കുട്ടിക്കാലത്ത് നയിച്ചിരുന്നത്, അതിൽ ആ ദിവസങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റേഴ്സ് ഗ്രാൻഡ് ഫാദർ ഹാഡ് എ കെയർ ഫ്രീ ആൻഡ് ദ ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് ആൻഡ് ദോസ് ഡേയ്സ്. എന്താണ്, തൻ്റെ മുത്തശ്ശൻ അല്ലെങ്കിൽ രാഹുലിൻ്റെ മുത്തശ്ശൻ കുട്ടിക്കാലത്ത് നയിച്ചിരുന്ന വളരെ സന്തോഷപൂർണ്ണമായ സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. ടു ഹാപ്പനിങ് ആൻഡ് എൻജോയ്മെൻറ്റ്, സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും നിറഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നു. ഇറ്റ്സ് വാസ് ലൈക്ക് എ ലിവിങ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് തിങ്. ഓരോ കാര്യത്തെ പഠിക്കുകയും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നദീതീരത്ത് കളിച്ചതും മാംഗോ അല്ലെങ്കിൽ പേരക്ക, മാങ്ങയും പേരക്കയൊക്കെ പറിച്ചെടുത്ത് കഴിച്ചതും തുടങ്ങി ഒരുപാട് മനോഹരമായ അൺഫോർഗറ്റബിൾ മെമ്മറീസ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്താ രാഹുൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം, ഇന്നത്തെ ഒരു കുട്ടിക്കാലവും പണ്ട് കാലങ്ങളിലുള്ള ഒരു കുട്ടിക്കാലവും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടത്തുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ദ ഡിഫറൻറ്റ് ഡസ് ദ റൈറ്റേഴ്സ് സീ ഇൻ ഹിസ് മദേഴ്സ് നാച്ചുർ ആൻഡ് ഹിസ് ഗ്രാൻഡ് മദേഴ്സ്. എന്താണ് നാച്ചുർ എന്ന് വെച്ചാൽ എന്താ, ഒന്ന് പ്രകൃതി എന്നുണ്ട്, ഒന്ന് നേച്ചർ ഉണ്ട്, രണ്ടും ഡിഫറൻസ് ആണ്. എന്താ വാട്ട് ദ ഡിഫറൻസ് ഡസ് ദ റൈറ്റേഴ്സ് ഇൻ ഹിസ് മദേഴ്സ് നേച്ചർ ആൻഡ് ഹിസ് ഗ്രാൻഡ് മദേഴ്സ്. ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവരുടെ രണ്ട് മനോഭാവത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ശൈലിയിലൊക്കെ ഏത് തരത്തിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു ദ റൈറ്റേഴ്സ് ഗ്രാൻഡ് മദർ സെമി ലിറ്ററേച്ചറാണ്, അല്ലെങ്കിൽ എന്താ കുറച്ച് മാത്രം വിദ്യ അഭ്യസിച്ചിട്ടുള്ളതാണ് ഇവരുടെ രാഹുലിൻ്റെ മുത്തശ്ശി എന്ന് പറയുന്നത്. ഷീ ലിവ്സ് എസ് എ പീസ്ഫുൾ ആൻഡ് റിലാക്സ്ഡ് ലൈഫ്. എന്താണ്, വളരെ സമാധാനത്തോടു കൂടി ശാന്തമായിട്ടാണ് രാഹുലിൻ്റെ മുത്തശ്ശി എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അടുത്തത് മദറിലേക്ക് വരികയാണ്. ബട്ട് ഹിസ് മദർ ഹൈലി ക്വാളിഫൈഡ് ഇസ് ഹൈലി സ്ട്രെങ്ത്. എന്താണ്, മദർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ദെൻ ഹൈലി സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നതിന് ഒരുപാട് സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരുപാട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് എന്ത് ചെയ്യുന്നത് രാഹുലിൻ്റെ മദർ നയിക്കുന്നത്. ഒരിക്കലും ഒരു പീസ്ഫുള്ളായിട്ടുള്ള ശാന്തിയും സമാധാനവും ഇല്ലാത്തൊരു ലൈഫാണ് ഗ്രാൻഡ് മദർ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുലിൻ്റെ മദർ നയിക്കുന്നത്. രണ്ടാളെയും ആറ്റിറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൻ്റെയും ഡിഫറൻസ് പറയുന്നത്. അടുത്തത് വാട്ട് ദ ഡിഫറൻസ് ഡസ് ദ റൈറ്റേഴ്സ് സീ ഇൻ ഹിസ് മദർ. ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ദെൻ വിസ്ഡം കംസ് എസ് എ റിസൾട്ട് ഓഫ് സ്റ്റഡിങ് ഹാർഡ് ലിവിങ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ഏതാണ് ശരി, ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നൊരു പാറ്റേണിലാണ്. വിസ്ഡം എന്ന് വെച്ചാൽ എന്താ, പ്രകാശം, ലൈറ്റ് എന്നൊക്കെ വരുന്ന ഒരു വേർഡാണ് വിസ്ഡം എന്ന് പറയുന്നത്. കംസ് ആസ് എ റിസൾട്ട് ദ സ്റ്റഡിങ് ഹാർഡ്. എവിടെ നിന്നാണ് പ്രകാശം അല്ലെങ്കിൽ വിസ്ഡം വരിക എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എ സ്റ്റഡിങ് ഹാർഡ്, ദെൻ സെക്കൻഡ് ബി ലിവിങ് ഇൻ ഫുൾ ഓഫ് ലൈഫ്, സി ബോത്ത്. എന്താണ്, ഒന്ന് ചോദിക്കുന്നത് എന്ത്, സ്റ്റഡിങ് ഹാർഡ് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കഠിനാധ്വാനമായി പഠിക്കുന്നതിൽ നിന്നാണോ, ലിവിങ് എ ഫുൾ ലൈഫ് എന്തായാലും സമാധാനത്തോടു കൂടി അല്ലെങ്കിൽ ലൈഫിനെ ആസ്വദിച്ച് ജീവിക്കുന്നതിലൂടെയാണ്, അതല്ലെങ്കിൽ ഇത് രണ്ടിൽ നിന്നാണോ, ഏതിലാണ് ജീവിതത്തിൽ പ്രകാശം ലഭിക്കുക, സമാധാനം കിട്ടുക എന്ന ചോദ്യം. അതിൻ്റെ ആൻസർ എന്താ വരിക, ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഈ ഒരു കത്തിൽ നമുക്ക് മനസ്സിലാകും ലിവിങ് എ ഫുൾ ലൈഫ്. ഒരിക്കലും കഠിനമായി പഠിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രകാശം വരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ദ ലെറ്റർ ഡിഡ് ദ ഫാദർ റൈറ്റ് ടു ഹിസ് സൺ, ഡു യു തിങ്ക് ഹി ഡിഡ് ദ റൈറ്റ് തിങ്, ഗിവ് എ റീസൺ ഫോർ യുവർ ആൻസർ. വാട്ട് കൈൻഡ്, നമ്മൾ പറഞ്ഞു വാട്ട് എന്താണ്, കൈൻഡ് ഓഫ് ലെറ്റർ ഏത് തരത്തിലുള്ള കത്താണ്. ഡിഡ് ദ ഫാദർ റൈറ്റ് ഹിസ് സൺ, ഡിഡ് എന്ന് വെച്ചാൽ എന്താ, ഡു ഡിഡ് എന്നൊക്കെ വെച്ചാൽ എന്താ, ചെയ്യുക ചെയ്യണം എന്നൊക്കെ വരുന്നതാണ് ഡിഡ് ഡു എന്ന വേർഡ് എന്നൊക്കെ മീനിങ്. ദ ഫാദർ റൈറ്റ് ഹിസ് സൺ, ദ ഫാദർ റൈറ്റ് ടു ഹിസ് സൺ, ടു ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ടു എങ്ങനെ അഡ്രസ്സിൽ ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് ഫ്രം ടു
ഫ്രം ആരാണോ എഴുതുന്നത് ടു ആർക്കാണോ എത്തിക്കേണ്ടത്, ടു ഹിസ് സൺ. ഇതിൽ പറയുന്നത് ഏത് തരത്തിലുള്ള കത്തായിരിക്കും രാഹുലിൻ്റെ ഫാദർ തിരിച്ച് റിപ്ലൈ ആയിട്ട് മറുപടി ആയിട്ട് രാഹുലിന് എഴുതാൻ പോകുന്നത്. അടുത്ത, വാട്ട് ദ കൈൻഡ് ഓഫ് ലെറ്റർ ഡിഡ് ദ ഫാദർ റൈറ്റ് ഹിസ് ടു സൺ, ഡു യു തിങ്ക് ഹി ഡിഡ് ദ റൈറ്റ് തിങ്, ഗിവ് ദ റീസൺസ് ഫോർ യുവർ ആൻസർ. ഏത് തരത്തിലുള്ള കത്തായിരിക്കും രാഹുലിൻ്റെ ഫാദറിന് ഇത് കിട്ടിയിരുന്നെങ്കിൽ, ഇമാജിനറി ആണ്, നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത്, എങ്ങനെയായിരിക്കും തൻ്റെ അച്ഛൻ അല്ലെ രാഹുലിൻ്റെ ഫാദർ മറുപടി കൊടുത്തിരിക്കുക എന്നാണ്. The Rahul's father's letter is the disappointing the Rahul's age because those the letters are angry letter. Now I didn't think it's the right choice of the fathers to write a letter hurting his son. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളാണ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക്, എന്താ, ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇറ്റ് ഈസ് ദയർ റൈറ്റ് ചോയ്സ് ഓഫ് ഫാദർ ടു റൈറ്റ് എ ലെറ്റർ ഹർട്ടിങ് ദ. ഒരിക്കലും ഒരച്ഛൻ തൻ്റെ മകനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു കത്ത് എഴുതത്തില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ആംഗ്രി ആയിട്ട് രണ്ട് ചൂസായിട്ട് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നാണ് ചോദിച്ചത്, ഡു യു തിങ്ക് എന്നാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ രാഹുലിനെ എന്താ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ട് കത്ത് ചെയ്താൽ, നിരാശപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടോ കത്ത് ചെയ്ത് എന്തുകൊണ്ട് ഫസ്റ്റ് റാങ്കിൽ നിന്ന് സെക്കൻഡ് ആയതുകൊണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു ചാൻസിൽ എന്താ, നോട്ട് ഡിഡിൻ ഐ തിങ്ക് ദ റൈറ്റ് ചോയ്സ് ഓഫ് ഫാദേഴ്സ് ടു റൈറ്റ് ദ ലെറ്റർ ഹർട്ടിങ് ഹിസ് സൺ. ഒരിക്കലും തൻ്റെ മകനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു അച്ഛൻ കത്ത് ചെയ്തില്ല, പകരം എന്ത് ചെയ്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത പരീക്ഷയിൽ നേടിയെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്താ സമാധാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കത്ത് ചെയ്ത്. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്, വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡസ് ദ റൈറ്റർ തിങ്ക് ഇസ് മോസ്റ്റ് യൂസ്ഫുൾ, ഡു യു എഗ്രി? ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും ഉപയോഗപ്രദമായത് അല്ലെ നമ്മുടെ ലൈഫിന് ഡെയിലി ലൈഫിന് വേണ്ടത് എന്നാണ് റൈറ്റർ അതായത് രാഹുൽ പറയുന്നത്. ഡു യു എഗ്രി? നിങ്ങൾ അതിനോട് സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കാം. ത്രൂ ഔട്ട് ദിസ് ലെറ്റർ ദ രാഹുൽ ഇസ് സെയിങ് ദാറ്റ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് എ വെരി അൺപ്രൊഡക്റ്റീവ് ആൻഡ് തിയറിറ്റിക്കൽ. ത്രൂ ഔട്ട് ഈ കത്ത് മുഖേന അല്ലെങ്കിൽ ഈ കത്തൊട്ടാകെ പറയുന്നത് ദ സെയിങ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് വെരി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരുവിധ ഉപകാരപ്രദവുമല്ലാത്ത ആൻഡ് തിയറിറ്റിക്കലാണ്. ഒരുപാട് തിയറി ഫോളോ ചെയ്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇതൊരിക്കലും എന്താണ് യൂസ്ഫുൾ അല്ല. ദെൻ ഹി തിങ്ക് ദാറ്റ് ദ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഇസ് എ മോർ എഫക്റ്റീവ് ദാൻ ദ ലേണിംഗ് ഓൺലി ഫ്രം ദ ടെക്സ്റ്റ്. എന്താണ്, പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് പ്രായോഗികമായ ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആവശ്യം. അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഐ എഗ്രി ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ചെയ്താൽ മതി.